ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ, ഗുണങ്ങളും ദോഷങ്ങളും. ഡിജിറ്റൽ ബാങ്കിംഗ് രംഗത്തെ വളർച്ച അതിവേഗമാണ്. ഇന്ന് കുറച്ച് ക്ലിക്കുകൾ കൊണ്ട് ഓൺലൈനായോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ സേവിങ്സ് അക്കൗണ്ടുകൾ തുറക്കാം. ഓൺലൈൻ അപേക്ഷ, വീഡിയോ, KYC പൂർത്തീകരണം, അക്കൗണ്ട് തുറക്കൽ എന്നിവ എളുപ്പമായിരിക്കുന്നു. ഈ സൗകര്യം ഒന്നിലധികം ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ടുകൾ തുറക്കുന്നത് എളുപ്പമാക്കിയിരിക്കുന്നു. എന്നാൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുടെ ഗുണങ്ങൾ. അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ്. ഓഫറുകളും ആനുകൂല്യങ്ങളും. ഓഫേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ്. ഓരോ ബാങ്കും വിവിധ ഓഫറുകൾ നൽകുന്നു. ലോക്കറുകൾ, ഇൻഷുറൻസ്, പ്രീമിയം ഡെബിറ്റ് കാർഡുകൾ, കിഴിവുകൾ, പോയിന്റ് സമ്പ്രദായം തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. ഉദാഹരണത്തിന്, ഒരു ബാങ്ക് എയർലൈൻസുമായി സഹകരിച്ച് യാത്രാ ടിക്കറ്റുകളിൽ കിഴിവുകൾ നൽകുന്നുണ്ടാകാം. ഇത്തരം ഓഫറുകൾ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ സമ്പാദ്യം പരമാവധി വർദ്ധിപ്പിക്കാം. ഒരു ബാങ്കിൽ കുറഞ്ഞ ആശ്രിതത്വം. റിഡ്യൂസ് ഡിപെൻഡൻസ് ഓൺ എ സിംഗിൾ ബാങ്ക്. നിങ്ങളുടെ പണത്തിലേക്ക് ആക്സസ് നൽകുന്നതിന് ബാങ്കുകൾ ഇപ്പോൾ സാങ്കേതിക വിദ്യയെ ഗണ്യമായി ആശ്രയിക്കുന്നു. ഒരു ബാങ്കിന്റെ സേവനങ്ങൾ തടസ്സപ്പെട്ടാൽ അല്ലെങ്കിൽ സൈബർ ആക്രമണമുണ്ടായാൽ മറ്റ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ തുടരാൻ കഴിയും. ഇത് സാമ്പത്തിക പ്രതിസന്ധികൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. ATM ഫീസ് ലാഭിക്കൽ. സേവിംഗ് ഓൺ ATM ഫീസ്. മിക്ക ബാങ്കുകളും സൗജന്യ ATM പിൻവലിക്കലുകൾക്ക് പരിധി നിശ്ചയിക്കുന്നു. ഈ പരിധി കടന്നാൽ ഫീസ് ഈടാക്കും. ഒന്നിലധികം ബാങ്കുകളിൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ വിവിധ ബാങ്കുകളുടെ ATMകൾ ഉപയോഗിച്ച് ഈ ഫീസ് ലാഭിക്കാം. ഓൺലൈൻ ഇടപാടുകൾക്കായി പ്രത്യേക അക്കൗണ്ട്. ഡെഡിക്കേറ്റഡ് അക്കൗണ്ട് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ ഇടപാടുകൾക്കായി പ്രത്യേകം ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്. ഈ അക്കൗണ്ടിൽ കുറഞ്ഞ തുക മാത്രം നിക്ഷേപിക്കുകയും ഓൺലൈൻ ഇടപാടുകൾക്കായി ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് സൈബർ ആക്രമണങ്ങളിൽ നിന്നും സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുടെ ദോഷങ്ങൾ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ്. മിനിമം ബാലൻസ് നിലനിർത്തൽ. മെയിൻറ്റെയിനിങ് മിനിമം ബാലൻസ്. ഓരോ ബാങ്കും അക്കൗണ്ടിൽ നിശ്ചിത തുക മിനിമം ബാലൻസായി നിലനിർത്താൻ നിർദ്ദേശിക്കുന്നു. ഈ മിനിമം ബാലൻസ് നിലനിർത്താൻ കഴിയാതിരിക്കുകയാണെങ്കിൽ ബാങ്ക് പിഴ ഈടാക്കും. ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഓരോ അക്കൗണ്ടിലും മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതിന്റെ ബുദ്ധിമുട്ട് വർദ്ധിക്കുന്നു. ഫണ്ടുകളുടെ മോശം മാനേജ്മെന്റ്. പൂർ ഫണ്ട് മാനേജ്മെന്റ്. ഒന്നിലധികം അക്കൗണ്ടുകൾ ഉള്ളത് ഫണ്ടുകളുടെ ഫലപ്രദമായ ഉപയോഗത്തെ ബാധിക്കും. പണം പല അക്കൗണ്ടുകളിലും വിഭജിക്കുന്നത് കാരണം ഫണ്ടുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് നേരിടാം. അക്കൗണ്ടുകളുടെ പ്രവർത്തനരഹിതത. ഡോർമാന്റ് അക്കൗണ്ട്സ്. 2 വർഷത്തോളം ഉപയോഗിക്കാത്ത അക്കൗണ്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തനരഹിതമാക്കും. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കില്ല. ബാങ്ക് പിഴ ഈടാക്കാനും സാധ്യതയുണ്ട്. അക്കൗണ്ടുകൾ നിയന്ത്രിക്കുന്നതിന്റെ ബുദ്ധിമുട്ട്. ഡിഫിക്കൽട്ടി ഇൻ മാനേജിംഗ് അക്കൗണ്ട്സ്. ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവയെ നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ട്രാക്ക് ചെയ്യുക, ബാങ്കുകളുമായി ബന്ധപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സമയവും ശ്രദ്ധയും ആവശ്യമാണ്. വിവിധതരം ബാങ്ക് അക്കൗണ്ടുകൾ. ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. സേവിങ്സ് അക്കൗണ്ടുകൾ, കറന്റ് അക്കൗണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ തുടങ്ങിയ വിവിധതരം ബാങ്ക് അക്കൗണ്ടുകൾ ലഭ്യമാണ്. ഓരോ തരം അക്കൗണ്ടിനും പ്രത്യേകതകളും ഉപയോഗങ്ങളും ഉണ്ട്. ഒരു ബാങ്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള ടിപ്പുകൾ. ടിപ്സ് ഫോർ ചൂസിംഗ് എ ബാങ്ക്. ബാങ്കുകളെ താരതമ്യം ചെയ്യുമ്പോൾ സേവന നിരക്കുകൾ, ഓൺലൈൻ സേവനങ്ങൾ, ശാഖാ ശൃംഖല, ഗ്രാഹക സേവനം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുക. എത്ര അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കണം? ഇതിന് ഒരു നിശ്ചിത ഉത്തരമില്ല. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ, ജീവിതശൈലി, സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുക. ഏത് തരം അക്കൗണ്ടുകൾ തിരഞ്ഞെടുക്കണം? സേവിങ്സ് അക്കൗണ്ട് അത്യാവശ്യമാണ്. കറന്റ് അക്കൗണ്ട് ബിസിനസ് ആവശ്യങ്ങൾക്കോ വ്യാപാര ഇടപാടുകൾക്കോ ആവശ്യമായി വന്നേക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മിനിമം ബാലൻസ് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്കുമായി ബന്ധപ്പെട്ട് മിനിമം ബാലൻസ് ആവശ്യകത കുറയ്ക്കാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിലേക്ക് അക്കൗണ്ട് മാറ്റുക. പ്രവർത്തനരഹിതമായ അക്കൗണ്ട് എന്താണ്? 2 വർഷത്തോളം ഉപയോഗിക്കാത്ത അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമായി മാറും. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കില്ല. ബാങ്ക് പിഴ ഈടാക്കാനും സാധ്യതയുണ്ട്. പ്രവർത്തനരഹിതമായ അക്കൗണ്ട് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അക്കൗണ്ടിൽ പതിവ് ഇടപാടുകൾ നടത്തുക. ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുക. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക. ഓൺലൈൻ ഇടപാടുകൾക്കായി എങ്ങനെ സുരക്ഷിതമായി അക്കൗണ്ട് ഉപയോഗിക്കാം? ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. പൊതു വൈഫൈ ഉപയോഗിച്ച് ഓൺലൈൻ ബാങ്കിംഗ് നടത്തരുത്. സംശയാസ്പദമായ ഇമെയിലുകളിലെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത്. ബാങ്കുകളെ താരതമ്യം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? സേവന നിരക്കുകൾ, ഓൺലൈൻ സേവനങ്ങൾ, ശാഖാ ശൃംഖല, ഗ്രാഹക സേവനം, ഡിജിറ്റൽ സേവനങ്ങൾ, ഓഫറുകൾ, ആനുകൂല്യങ്ങൾ എന്നിവ പരിഗണിക്കുക. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഗുണങ്ങൾക്കൊപ്പം മിനിമം ബാലൻസ് നിലനിർത്തൽ, ഫണ്ട് മാനേജ്മെന്റ്, അക്കൗണ്ട് നിയന്ത്രണം തുടങ്ങിയ പ്രായോഗിക വെല്ലുവിളികളുമുണ്ട്. ഓരോ വ്യക്തിയും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ, ലക്ഷ്യങ്ങൾ, സാഹചര്യങ്ങൾ എന്നിവ കണക്കിലെടുത്ത് അക്കൗണ്ടുകൾ തുറക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ്. അക്കൗണ്ടുകൾ ഫലപ്രദമായി മാനേജ് ചെയ്യുക.
മിനിമം ബാലൻസ് നിലനിർത്തുക, സൈബർ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുക, പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ ഒഴിവാക്കുക, ബാങ്കുകളുടെ ഓഫറുകളും ആനുകൂല്യങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.